ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്തെന്നാൽ ഞാനല്ല അധ്വാനിച്ചത്. എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് പുതിയ നിയമജീവിതം? കൃപാജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൃപയിലാണ്. കുർബാനയ്ക്ക് നിൽക്കേണ്ടത് കൃപയിലാണ് നിൽക്കേണ്ടത്, ജഡത്തിലല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ പള്ളിയിൽ നിൽക്കേണ്ടത്. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ മണിക്കൂറുകൾ ഈശോയുടെ മുമ്പിൽ ചെലവഴിക്കേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി എമർജിംഗ് ഫ്രം ഗ്രേസ്. കൃപ എന്ന് പറയണത്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് അപ്പൊ എന്താണെന്നറിയാം, അപ്പോ വിശ്വാസ ജീവിതം അനായാസമായി മാറും. സ്ട്രഗിളില്ല, അനായാസമായി, വളരെ അനായാസമായ ഒരു ജീവിതമാണ് അപ്പോ ക്രിസ്തുവിലുള്ള ജീവിതം. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു. നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്തെന്നാൽ ഞാനല്ല അധ്വാനിച്ചത്. എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് പുതിയ നിയമജീവിതം? കൃപാജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൃപയിലാണ്. കുർബാനയ്ക്ക് നിൽക്കേണ്ടത് കൃപയിലാണ് നിൽക്കേണ്ടത്, ജഡത്തിലല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ പള്ളിയിൽ നിൽക്കേണ്ടത്. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലല്ല നമ്മൾ മണിക്കൂറുകൾ ഈശോയുടെ മുമ്പിൽ ചെലവഴിക്കേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി എമർജിംഗ് ഫ്രം ഗ്രേസ്. കൃപ എന്ന് പറയണത്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് അപ്പൊ എന്താണെന്നറിയാം, അപ്പോ വിശ്വാസ ജീവിതം അനായാസമായി മാറും. സ്ട്രഗിളില്ല, അനായാസമായി, വളരെ അനായാസമായ ഒരു ജീവിതമാണ് അപ്പോ ക്രിസ്തുവിലുള്ള ജീവിതം. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ